അവർ ഫ്ലൈസിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ആഫ്രിക്കൻ യാത്രയുടെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ പോയത് ക്രുഗർ നാഷണൽ പാർക്കിലേക്കാണ്. ക്രുഗർ നാഷണൽ പാർക്ക് അത് ദക്ഷിണാഫ്രിക്കയുടെ വനരാജ്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇത് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും വലിയതും വളരെ പ്രശസ്തവുമായ വന്യജീവി സങ്കേതങ്ങളിലൊന്നാണ്. ഏകദേശം 25,000 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു സംരക്ഷിത വനമേഖലയാണ് ഈ ക്രുഗർ നാഷണൽ പാർക്ക് എന്ന് പറയുന്നത്. ഇത് വന്യജീവികൾ അത്യന്തം ശാന്തമായി വിഹരിക്കുന്ന ഇടമാണിത്. ലോകപ്രസിദ്ധമായിട്ടുള്ള ഏറ്റവും വലിയ ഇനം ആനകൾ, കടുവ, കാട്ടുപോത്ത്, കാണ്ടാമൃഗം, അതുപോലെ ജിറാഫുകൾ, സീബ്രകൾ, വിവിധതരം മാനുകൾ, നൂറുകണക്കിന് പക്ഷികൾ, വവ്വാലുകൾ തുടങ്ങി 500-ലധികം ജീവജാലങ്ങൾ ഇവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രകൃതിയെ അതിന്റെ സുന്ദരമായ രൂപത്തിൽ സംരക്ഷിച്ചിരിക്കുകയാണ് ഇവിടെ. അതുപോലെ തന്നെ പ്രകൃതി സഞ്ചാരികൾക്ക് ഈ വന്യമൃഗങ്ങളെ ഏറ്റവും അടുത്ത് കാണാനാകുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ പാർക്ക് ഒരുക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ യാത്രാ സംഘം തലേ ദിവസം തന്നെ ക്രുഗർ നാഷണൽ പാർക്കിന്റെ ഹോട്ടലിൽ എത്തിച്ചേർന്നിരുന്നു. അതിരാവിലെ എല്ലാവരും ഉറക്കമുണരണം എന്നുള്ള നിർദ്ദേശം ഞങ്ങളുടെ ടൂറിസ്റ്റ് ഗൈഡിൽ നിന്നും കിട്ടി. അതുപ്രകാരം എല്ലാവരും വെളുപ്പിന് തന്നെ ഉണർന്നു പോകാൻ തയ്യാറായി. എല്ലാവരും ഹോട്ടലിന്റെ മുൻവശത്തുള്ള ഗ്രൗണ്ടിലെത്തി. അവിടെ ഞങ്ങളെ കാത്തുകിടന്നത് ജീപ്പിനേക്കാൾ വലിപ്പമുള്ള ഉയരം കൂടിയ ഒരു തരം വാഹനമാണ്. അതിൽ ഏതാണ്ട് 8 പേർക്ക് സുഖമായി ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഗൈഡ് കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിരുന്നു. വനയാത്രയിൽ ശബ്ദമുണ്ടാക്കുവാനോ ഒരു കാരണവശാലും വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുവാനോ പാടില്ല എന്നുള്ളതായിരുന്നു അത്. നേരം വെളുത്തു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കടുത്ത തണുപ്പായിരുന്നു ആ സമയത്ത്. ഈ വനത്തിലേക്കുള്ള യാത്ര ഞങ്ങളുടെ ടീം ആരംഭിച്ചു. വനം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്ന അതിനിബിഡ വനമല്ല ഈ ക്രുഗർ നാഷണൽ പാർക്കിനുള്ളത്. ചെറു കുറ്റിച്ചെടികളും ചെറിയ മരങ്ങളും മുൾക്കാടുകളും പുൽമേടുകളും നിറഞ്ഞ വനം. നമുക്ക് നോക്കത്താ ദൂരത്തോളം നമ്മുടെ കാഴ്ചയിൽ പെടുന്ന ഇടങ്ങളാണവ. അപ്പോൾ ഈ വനത്തിന്റെ ഉള്ളിലൂടെ നമ്മുടെ ഇലകളുടെ ശിരാവിന്യാസം പോലെ ബ്രാഞ്ചായിട്ട് ശാഖോപശാഖകളായിട്ട് നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ. ഈ റോഡിലൂടെയാണ് ഈ വാഹനം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ വാഹനത്തിലെ ഡ്രൈവറുടെ കയ്യിൽ ഒരു വാക്കി ടോക്കി ഉണ്ട്. ഏതൊക്കെ ഭാഗങ്ങളിലാണ് വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ എത്തുന്നത് എന്നുള്ള നിർദ്ദേശം വാക്കി ടോക്കിയിലൂടെ ഈ ഡ്രൈവർമാർ പരസ്പരം കൈമാറിയിരുന്നു. അതിനനുസരിച്ച് മൃഗങ്ങൾ കൂട്ടത്തോടെ നിൽക്കുന്ന ഇടങ്ങളിലേക്ക് ഡ്രൈവർ ഞങ്ങളെ കൊണ്ടുപോയി. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാഴ്ച ആനകൾ അവരുടെ കുടുംബസഹിതം, മുതിർന്ന ആനകൾ, അനേകം കുട്ടി ആനകൾ, അമ്മമാർ, അതുപോലെ മുതിർന്ന കാരണവർ ഉൾപ്പെടുന്ന ആനകളുടെ സംഘം വളരെ ശാന്തമായിട്ട് ആ മുൾക്കാട്ടിൽ നിന്നുകൊണ്ട് ഇലകൾ ഒടിച്ച് നിശബ്ദം ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞു. പലപ്പോഴും ഒറ്റയാന്മാരായിട്ടുള്ള ആനകൾ റോഡിലേക്ക് ഇറങ്ങി വാഹനത്തിന് യാതൊരു ശല്യവും ഉണ്ടാക്കാതെ നടന്നു നീങ്ങുന്നത്. ഈ വനയാത്രയുടെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആനകളുടെ സാമൂഹ്യ ശാസ്ത്രമാണ്. എത്ര മനോഹരമായിട്ടുള്ള ഒരു സോഷ്യൽ ലൈഫാണ് ഇവർ നയിക്കുന്നതെന്ന് ഉള്ള കാര്യം നമ്മളെ അത്ഭുതപ്പെടുത്തും. അതായത് കൂട്ടത്തിൽ ഏറ്റവും പ്രായമായ പരിചയസമ്പന്നരായിട്ടുള്ള ആനകൾ ഈ കൂട്ടത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തും. പിന്നെ വഴിയുടെ ഇരുപുറവും തല ഉയർത്തി നിൽക്കുന്ന ജിറാഫിൻ കൂട്ടങ്ങൾ ഒരു അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയാണ്.
നമ്മൾ സഫാരി ടിവിയിലും മറ്റു ചിത്രങ്ങളിലുമൊക്കെ ഇവയെ വേണ്ടുവോളം കണ്ടിട്ടുണ്ടെങ്കിലും തലയെടുപ്പോടെ സസൂക്ഷ്മ ശ്രദ്ധയോടുകൂടി നമ്മെ നോക്കി നിൽക്കുന്ന ജിറാഫിൻ കൂട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. പിന്നെ ഈ ക്രുഗർ നാഷണൽ പാർക്കിനുള്ളിൽ നിരവധി സഫാരി ലോഡ്ജുകളും ക്യാമ്പുകളും ഉണ്ട്. അവിടെ നമുക്ക് യഥേഷ്ടം ഭക്ഷണം ലഭിക്കും. അങ്ങനെ മറ്റ് പല സൗകര്യങ്ങളും രാത്രി വാസവും ഒക്കെ അവിടെ സാധ്യമാകും. ഈ ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ ആഫ്രിക്കൻ ട്രൈബ്സിന്റെ തനത് ഗായക സംഘം എത്തിയിരുന്നു. അവരുടെ പാട്ട് അവരോടൊപ്പം ഞങ്ങളുടെ സംഘാംഗങ്ങൾക്ക് നൃത്തം ചെയ്യാനും സാധിച്ചു എന്നുള്ളത് രസകരമായ ഒരു കാര്യമാണ്. വീണ്ടും വീണ്ടും ആനക്കാഴ്ചകളാണ് ഞങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് അവരെ നയിച്ചുകൊണ്ട് പോകുന്ന ആനക്കൂട്ടങ്ങളെ കാണുന്നത് തന്നെ ഒരു പ്രത്യേക സൗന്ദര്യമാണ്. കൂട്ടത്തിലെ മുതിർന്ന അംഗങ്ങൾ അവർക്ക് കൊടുക്കുന്ന സംരക്ഷണം, അതുപോലെ കരുതൽ, അവരുടെ ഭക്ഷണ രീതി, നിശബ്ദമായി നിന്നുകൊണ്ട് അവർ ആഹാരം സമ്പാദിക്കുന്നത്, ഇതെല്ലാം ഞങ്ങൾ കൗതുകത്തോടുകൂടി നോക്കി നിന്നു. ആനകൾ എത്ര കണ്ടാലും മതിവരാത്ത ഒരു കാഴ്ചയായിട്ട് സത്യത്തിൽ ഞങ്ങൾ അനുഭവിച്ചു. ആനക്കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കെ തന്നെ തുള്ളി ഓടുന്ന പുള്ളിമാൻ കൂട്ടങ്ങളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ കഴിഞ്ഞു. കൂട്ടത്തോടെ ആകാംക്ഷ നിർഭരമായ കണ്ണുകളുമായിട്ട് ഈ മാൻകൂട്ടങ്ങൾ ഓടിമറയുന്നത് കാണുന്നതിന്റെ ഒരു സൗന്ദര്യം ശ്രദ്ധേയമാണ്. അതുപോലെ പലതരം പക്ഷികൾ, നീല നിറത്തിലുള്ള നമ്മുടെ അങ്ങാടിക്കുരുവിയുടെ അതേ ആകൃതിയിലുള്ള നല്ല തിളങ്ങുന്ന നീല നിറമുള്ള പക്ഷിക്കൂട്ടങ്ങൾ, ഇഷ്ടംപോലെ കുരങ്ങുവർഗ്ഗങ്ങൾ, അതുപോലെ വഴിയരികിൽ ഉറങ്ങിക്കിടക്കുന്ന കാട്ടുപോത്ത് എന്ന് പറഞ്ഞ് ഇന്ദു നേരെ നോക്കിയത് എന്റെ മുഖത്തേക്കാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അപ്പോഴെനിക്ക് മനസ്സിലായില്ല. കുറച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. ഏതായാലും കാട്ടുപോത്തിനെയൊക്കെ കണ്ട് വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് എന്നുള്ളതാണ്. സോമൻസിനൊപ്പമുള്ള ഒരു യാത്രയായിരുന്നു ഞങ്ങളുടേത്. 40 പേരടങ്ങുന്ന ഒരു സംഘം, വളരെ മികച്ച രീതിയിലുള്ള സംഘാടനം. ശരിക്കും പറഞ്ഞാൽ സോമൻസിന്റെ ഉടമ തന്നെയാണ് ഞങ്ങളുടെ ഒപ്പം അന്ന് ട്രാവൽ ചെയ്തത് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു പ്രത്യേകമായിട്ടുള്ള ഒരു സന്തോഷമുണ്ടായി. അത് എല്ലാ തരത്തിലും അത് പ്രകടമായിരുന്നു താനും. ഈ നാഷണൽ പാർക്ക്, ഈ വൈൽഡ് അനിമൽസിന്റെ നാഷണൽ പാർക്ക് തീർച്ചയായും സന്ദർശിക്കേണ്ട, അത്യപൂർവമായി മാത്രം അനുഭവിക്കാൻ കഴിയുന്ന അതിവിശാലമായ വൈൽഡ് ലൈഫ് ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം തന്നെയാണ്. ഏതൊക്കെ സ്ഥലങ്ങൾ നിങ്ങൾക്ക് മിസ് ചെയ്താലും ശരി, ഈ നാഷണൽ പാർക്ക് നിങ്ങൾ മിസ് ചെയ്യരുത്. ഒരു തരത്തിലും നാഷണൽ പാർക്കിൽ പോകാതെ നിങ്ങളുടെ സൗത്ത് ആഫ്രിക്കൻ യാത്ര പൂർണ്ണമാകില്ല എന്ന് അസന്നിഗ്ധമായിട്ട് പറയാൻ കഴിയും. എല്ലാവരും ചേർന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു യാത്രയായിരുന്നു സൗത്ത് ആഫ്രിക്കൻ യാത്ര എന്ന് പറയുന്നത്. അത് തന്നെ ഈ വൈൽഡ് ലൈഫാണ് അതിലെ ഏറ്റവും ഹൈലൈറ്റായി ഞങ്ങൾ കണ്ടത്. വൈൽഡ് ലൈഫിന്റെ എല്ലാ തലത്തിലും നമുക്ക് ആ വൈൽഡ് ലൈഫിനെ ആസ്വദിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, എന്തു വേണമെങ്കിലും ആ വണ്ടിക്കകത്തിരുന്നു കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ നമുക്ക് ചെയ്യാം. അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഒരു വൈൽഡ് ആയിട്ടുള്ള, ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഒരു വൈൽഡ് ഫോറസ്റ്റിന്റെ അകത്തുകൂടി വന്യമൃഗങ്ങളെ നേരിൽ കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഔർ ഫ്ലൈസ് എന്ന ചാനൽ ഓർമ്മപ്പെടുത്തുന്നു. ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകള് നമ്മൾ സൗത്ത് ആഫ്രിക്കയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് രാജ്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്തു വരുന്നത്. ചാനലിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. യാത്രകളെ ഇഷ്ടപ്പെടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും
ഹൃദയം നിറഞ്ഞ നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡുമായി ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.